ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്ന എസ്രാ പുരോഹിതൻ്റെ ജീവിതത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എസ്രാ ഒരു ശാസ്ത്രിയായിരുന്നു. അപ്പോൾ തന്നെ എസ്രാ ഒരു പുരോഹിതനും ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ 70 വർഷത്തെ ബാബേൽ പ്രവാസത്തിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരുന്നതിൽ മുൻപിൽ നിന്ന ഒരു ലീഡറായിരുന്നു എസ്രാ. എസ്രാ ബാബേലിൽ നിന്ന് പുറപ്പെടുന്ന സമയം എസ്രാ രാജാവിനോട് അപേക്ഷിച്ചതൊക്കെയും രാജാവ് അവന് നൽകി. തിരുവെഴുത്ത് പറയുന്നു, എസ്രാ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ഒരു ശാസ്ത്രിയായിരുന്നു. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൈ എസ്രയ്ക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് താൻ രാജാവിനോട് അപേക്ഷിച്ചതൊക്കെയും രാജാവ് അവന് നൽകി. പിന്നെയും അതാവർത്തിച്ചെഴുതിയിരിക്കുകയാണ്, ദൈവത്തിൻ്റെ കൈ തനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് തന്നോട് കൂടെ 1000-ലധികം വരുന്ന പുരുഷന്മാരെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ ഒക്കെ ആ ബാബേലിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ രാജാവിന് മനസ്സലിവ് തോന്നി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൈ എസ്രയ്ക്ക് അനുകൂലമാണ്. എന്തുകൊണ്ടാണെന്നോ, എസ്രാ ന്യായപ്രമാണത്തിൽ വിദഗ്ധൻ എന്ന് മാത്രമല്ല, ന്യായപ്രമാണം പരിശോധിക്കുവാൻ മനസ്സുവെച്ചവനും ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ അനുസരിക്കുവാൻ മനസ്സുവെച്ചവനുമായിരുന്നു. അന്ന് രാജ്യം ഭരിച്ചിരുന്നത് അർത്ഥഷഷ്ട രാജാവാണ്. രാജാവ് എസ്രയെ ബാബേലിൽ നിന്ന് അയക്കുമ്പോൾ യെരൂശലേമിൻ്റെ ആലയത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ രാജാവിനോട് കൂടെ ഭരണസമിതിയിലുള്ള മറ്റു മന്ത്രിമാരും ആ യാത്രയ്ക്ക് സമ്മതം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൈ എസ്രയ്ക്ക് അനുകൂലമാണ്. എസ്രാ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ തന്നെ രാജാവും അനുകൂലമാണ്. ആ സമയത്ത്, അവർ പുറപ്പെടുന്ന സമയത്ത് സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാണ്. അവരുടെ യാത്രയ്ക്ക് എല്ലാം അനുകൂലമാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ മനുഷ്യൻ, തിരുവചനത്തെക്കുറിച്ച് ആഴമേറിയ ഗ്രാഹ്യമുള്ള, ജ്ഞാനമുള്ള, ശാസ്ത്രിയായ ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നോ, എല്ലാം അനുകൂലമായിരിക്കുന്ന സമയത്തും താൻ ജനത്തെ മുഴുവൻ കൂട്ടിവരുത്തി ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഉപവസിക്കാനാണ് എസ്രാ ആ സമയത്ത് തീരുമാനിച്ചത്. എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ ഒരു ഉപവാസം. എസ്രാ ഉപവസിക്കുമ്പോൾ ജനത്തോടു കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, തങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും സർവസമ്പത്തിനും ഒരു ശുഭയാത്ര ഉണ്ടാകേണ്ടതിന്, ദൈവത്തിൻ്റെ കരം വീണ്ടും അനുകൂലമാകേണ്ടതിന് എസ്രാ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എസ്രാ ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ ഇപ്പോൾ എല്ലാം അനുകൂലമായിരിക്കുന്നുവെങ്കിലും എസ്രയ്ക്കറിയാം, എൻ്റെ ഈ പുറപ്പാടിന് മുൻപ് എനിക്കൊരു പ്രാർത്ഥന അനിവാര്യമാണ്. ഞാൻ ഇതുവരെ പോകാത്ത വഴികളിലൂടെ ഞാൻ വീണ്ടും യാത്ര ചെയ്യുമ്പോൾ അവിടെ പതിയിരിക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, എസ്രാ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമായി. പതിയിരിപ്പ് ശക്തികളുടെ കയ്യിൽ നിന്ന്, ശത്രുവിൻ്റെ കയ്യിൽ ദൈവം അവരെ വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണത്തെ നന്നായി പഠിച്ചവന് ഒരു കാര്യം മനസ്സിലായി, താഴ്ത്തി പ്രാർത്ഥിക്കുന്നത് വിടുതല. ഇപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ കരം അനുകൂലമായി വരണം. ഇന്നലകളിൽ അനുകൂലമായി വന്നത് നല്ലത് തന്നെ, ഇന്നലകളിലെ പരിചയ സമ്പത്ത് നല്ലത് തന്നെ, ഇന്നലകളിലെ പ്രാർത്ഥന നല്ലത് തന്നെ. എന്നാൽ ഇന്ന് പകൽ എനിക്കൊരു പുറപ്പാടുണ്ടെങ്കിൽ
ഇന്ന് പകൽ എനിക്കൊരു യാത്രയുണ്ടെങ്കിൽ, ഇന്ന് പകൽ എനിക്കൊരു ശുശ്രൂഷയുണ്ടെങ്കിൽ, ഇന്ന് പകൽ എനിക്കൊരു പ്രാർത്ഥന ആവശ്യമാണ്. ഞാൻ ഉപവസിക്കാതെ പ്രാർത്ഥിക്കാതെ മുൻപോട്ട് നീങ്ങത്തില്ല. അറിവുള്ളവൻ പ്രാർത്ഥിക്കും, അറിവുള്ളവൻ ഉപവസിക്കും. ഇത് നമുക്ക് ഒരു പാഠമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ചുവടുകൾ വയ്ക്കണം. ഉപവസിക്കാൻ സമയങ്ങൾ എടുക്കണം. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശക്തിയുണ്ടെന്ന് എസ്ര തൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.